ഇതൊരു റിവ്യൂ വീഡിയോ ആണ് കേട്ടോ. എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് സ്വാഗതം. ഇപ്പം അപ്പുറത്തും തട്ടുമുട്ടൊക്കെ കേൾക്കുന്നുണ്ടാവും. അത് അപ്പുറത്തെ വീട്ടിൽ പണി നടക്കണോണ്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ചുവരിടിക്കണതിൻ്റെ ഒരു സൗണ്ടാണ് കേൾക്കണത്. ഇതാണ് എൻ്റെ മെഷീൻ. ഇതെൻ്റെ പുതിയ മെഷീനാണ്, ജിന്ന്. ഇത് ഞാൻ വാങ്ങിയിട്ടിപ്പോൾ 2 മാസം കഴിഞ്ഞു. കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇത് ആണ് മെഷീൻ. കണ്ടു, ജിന്നെന്ന് എഴുതിയിട്ടുണ്ട്. കാണിച്ചു. ഈ ജിന്നെന്ന് പറഞ്ഞാൽ കണ്ടോ, ജുക്കി ഇൻ്റർനാഷണൽ എന്നുള്ളതിൻ്റെ ജിന്നാണ് കേട്ടോ. ഇത് നമ്മൾ എപ്പോഴും കാണുന്ന ജാക്കൊക്കെ പോലെ തന്നെയാണ്. ഡിസ്പ്ലേ ഇവിടെയാണ് വരിക എന്നുള്ളത്, നടുക്ക് വശത്തായിട്ട് വരും. ജാക്കിനൊക്കെ ഈ സൈഡിലാണ് വരിക, ഇതിന് ഇവിടെയാണ് വരിക. പിന്നെ നമ്മൾ ത്രെഡ് ചെയ്യാനായിട്ട് ഇങ്ങനത്തെ സ്റ്റാൻഡ് ഉണ്ട്. അതിൽ നിന്ന് ത്രെഡ് മറ്റേതിലെ പോലെ തന്നെ ഇങ്ങനെ കൊടുത്ത് ഇതിൽ കൂടി ഇത് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് തിരിച്ചിതിൽ കൂടെ ഇങ്ങനെ. പിന്നെ ബോബൻ വൈൻഡറും ഇതിങ്ങനെ ക്ലിപ്പ് ഇട്ടിട്ടാണ് ബോബൻ വൈൻഡ് ചെയ്യുന്നത്. പിന്നെ ഇവിടെ ഒരു ത്രെഡ് കട്ടർ ഉണ്ട്. ഇതാണ് ത്രെഡ് കട്ടർ. ഇത് ബോബൻ ഇടുന്നതിന് വേണ്ടിയിട്ടുള്ള ആ നൂല് ഇതിൽ കൂടിയാണ് ഇങ്ങോട്ട് വലിച്ചിടുന്നത്. പിന്നെ ഇത് നമ്മൾ സ്റ്റിച്ച് സെലക്ട് ചെയ്യുന്നതാണ്. അതിങ്ങനെ പുഷ് ചെയ്ത് പിടിച്ചിട്ട് ഇങ്ങനെ തിരിക്കുകയാണ് വേണ്ടത്. അപ്പോൾ ആ കൂടെ നമ്മളിത് ഇതൊന്ന് ജസ്റ്റ് ഒന്ന് താത്തി പിടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് റൊട്ടേറ്റ് ആയിക്കോളും. പിന്നെ നല്ല മെഷീനാണ് കേട്ടോ. ശരിക്കും 2 മാസമായി, എനിക്ക് ഓക്കെ ആണ്. ഇവിടെ അവർ എഴുതിയിട്ടുണ്ട്, ജുക്കിയുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം എഴുതിയിട്ടുണ്ട്. ഇതിനകത്ത് മറ്റ് മെഷീനിൽ ഇല്ലാത്തൊരു പ്രത്യേകത എന്ന് പറയാനായിട്ട് ഇതിൻ്റെ ആ കളറ് ഭയങ്കര കളറാണ് കേട്ടോ. കാരണം നല്ല ഡാർക്ക് ഒരു ഉജാലയുടെയൊക്കെ കളറാണേ, ഒരു ബ്ലൂ കളറ്, അത്രയും ഡാർക്കാണ്. പിന്നെ ഇവിടെ ഒരു സംഭവമുണ്ട്. ഇതാണ് വേറൊരു, ഇതിൽ നമുക്ക് മൊബൈലൊക്കെ ചാർജ് ചെയ്യാൻ വേണ്ടിയുള്ളൊരു പോർട്ടാണ്. USB പോർട്ടാണ്. ഇതിൽ വെച്ചിട്ട് നമുക്ക് ചാർജ് ചെയ്യാം മൊബൈലൊക്കെ. വേണമെങ്കിൽ റേഡിയോയൊക്കെ വെക്കൂലേ, പാട്ട് കേൾക്കാൻ വേണ്ടി വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇതിൽ കുത്തിയെടുക്കാൻ പറ്റും. പിന്നെ ഇതിൻ്റെ താഴ്വശം ഇങ്ങനെ തന്നെ. ഇതിന് 2 ടൈപ്പ് ടേബിളുണ്ട്. അപ്പം ഞാൻ വലിയ ടേബിളാണ് വാങ്ങിച്ചത്. പിന്നെ പൊതുവെ ജുക്കിയുടെ ടേബിൾ ഇച്ചിരി കുറവായിരിക്കും, ഇത്രയും നീളം കാണത്തില്ല. ശരിക്കും ഇവിടം വരെയൊക്കെ നീളം ഉണ്ടാവുള്ളൂ. ഇത് ഞാൻ വലിയ ടേബിൾ ചോദിച്ച് വാങ്ങിച്ചതാണ്. ഇത് നമ്മുടെ പേൾ പിന്ന്. ഇത് സാധനം ഞാൻ ഉണ്ടാക്കി വെച്ചതാണ്. ഇത് നമ്മൾ പഞ്ഞി നിറച്ചിട്ടിങ്ങനെ ഒരു ബോൾ പോലെ ഉണ്ടാക്കി. ഇത് ഈ കടയിൽ നിന്നൊക്കെ ഫുഡ് വാങ്ങിക്കുമ്പോൾ കിട്ടുന്ന കണ്ടെയ്നർ, അതിൻ്റെ ഉള്ളിൽ കുത്തി വെച്ചിരിക്കും. ഇതറിയാമല്ലോ, ത്രെഡ് കട്ടറ്, ഇത് സീം റീപ്പ്, പിന്നെ ഇത് സൂചിയിൽ നൂല് കോർക്കൽ. പിന്നെ എക്സ്ട്രാ ഞാൻ വാങ്ങിയൊരു സാധനം എന്ന് പറയണത് തൈ ഐറ്റമാണ്. ഇത് നമ്മളിങ്ങനെ പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ ഈ തുണി ഉണ്ടല്ലോ, വയ്ക്കുമ്പോൾ അത് ഇതിന് നമുക്ക് എവിടം വരെയാണോ തുണി മടങ്ങിയിരിക്കേണ്ടത്, ഈ വളഞ്ഞ് പോകാണ്ട് തയ്ക്കാൻ പറ്റും. അത് കറക്റ്റായിട്ട് അതിൽ ഇങ്ങനെ തുണി ഇതിൽ തന്നെ ഇങ്ങനെ നിന്ന് ഇങ്ങനെ പൊക്കോളും. അപ്പം നമുക്ക് അങ്ങോട്ട് ഈ സൈഡൊക്കെ മടക്കി അടിക്കുമ്പോൾ വളഞ്ഞു പോകാണ്ട് സ്ട്രെയിറ്റ് സ്റ്റിച്ച് കിട്ടും. അതിനുള്ളതാണ്. ഇതിൻ്റെ അടിയിൽ ഒരു മാഗ്നറ്റാണ്, ഉണ്ടോ, മാഗ്നറ്റാണ്.
അതുകൊണ്ട് അത് അവിടെ തന്നെ സ്റ്റിക്കായിട്ടിരിക്കും. പിന്നെ ഉള്ളത് ഇതിൻ്റെ താഴെ വശം നമ്മൾ എണ്ണയൊക്കെ ഒഴിക്കുന്ന സ്ഥലമാണ്. ഇതിപ്പോൾ ഞാൻ പൊക്കി വെച്ചേക്കുവാണ്. നമ്മൾ ഇതിലെ താഴെ ഭാഗത്ത് മറ്റേ സാധാരണ മെഷീനിലെ പോലെ എണ്ണ ഒഴിച്ച് കൊടുക്കുക, ഓയിൽ. പിന്നെ അതിവിടെ ഹൈ ആണ്, ഇത് ഇവിടെ എത്തുമ്പോൾ ലോ ആകും. എനിക്ക് കുറച്ച് നാളും കൂടെ, 1 മാസം കൂടെയൊക്കെ പോവും. അത് കഴിയുമ്പോഴേ ലോയിലേക്ക് പോവുള്ളൂ. പിന്നെ ഈ കാണുന്ന സാധനമാണ് നമ്മൾ ഓയിൽ പുറത്തേക്ക് എടുക്കാൻ വേണ്ടി ഓപ്പൺ ചെയ്യുന്നത്. ഇതിന് മേളിലൊരു കാന്തവിരിപ്പുണ്ട്. അതെന്തിനാണെന്ന് വെച്ചാൽ ഈ സൂചി എങ്ങാനും ഒടിഞ്ഞ് കിടക്കുവാണെങ്കിൽ അത് പിടിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. ഇത് കാന്തമാണ് ഈ ഇരിക്കുന്നത്. ഇതിൻ്റെ അകത്താണ് ഒരു നോബ് ഇരിക്കുന്നത് തുറക്കാനുള്ളത്. നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഈ മെഷീന്. അത്യാവശ്യം നല്ല വെയിറ്റുള്ള മെഷീനാണ്. പിന്നെ ഇതിന് ഇങ്ങനെ ഒരു ബോക്സ് ഉണ്ട്. അപ്പോൾ ബോക്സിൽ എന്തൊക്കെ ഉണ്ടായിരുന്നു എന്ന് ഞാൻ കാണിക്കാം. എനിക്ക് ഈ ബോക്സിൽ ഇങ്ങനൊരു കവറ് തന്നിട്ടുണ്ടായിരുന്നു. ഈ കവറിനകത്താണ് വരുന്നത്. ഇതാ ഇങ്ങനെ 3 സൈസ് സ്ക്രൂ ഡ്രൈവർ ഉണ്ട്. 3 ടൈപ്പ്, ഒരെണ്ണം കുറച്ച് വലുത്. പിന്നെ 4 ബോബിൻസ് ഉണ്ട്. ഒരെണ്ണം ഞാൻ ഇതിനകത്ത് ഇട്ടേക്കുവാണ് ഇപ്പോൾ, ബാക്കി 3 എണ്ണം. പിന്നെ സൂചി അഡീഷണൽ വെച്ചിട്ടുണ്ട്, 4 എണ്ണമാണ്. ഇവിടെ ഇങ്ങനൊരു സംഭവമുണ്ട്. നമുക്ക് ഇത് വയ്ക്കാം, ചോക്ക് ഇങ്ങനെയുള്ള സാധനമൊക്കെ ഞാൻ ഇതിനകത്ത് ഇങ്ങനെ വയ്ക്കുക. പിന്നെ ത്രെഡ് ഇടുന്ന സ്റ്റാൻഡ്. ഇതിന് എനിക്ക് 23,400 രൂപയാണ്, 500 രൂപയാണ് ആയത്. അതിൽ അവർ പറഞ്ഞതെന്ന് വെച്ചാൽ ഈ ടേബിളിന് വലിയ ടേബിൾ ആയതുകൊണ്ട് അതിന് വേറെ കോസ്റ്റ് എന്നാണ്. സാധാരണ ചെറുതാണെങ്കിൽ ഒരു 500 രൂപയുടെ ഡിഫറൻസ് വരും, അത്രയേ ഉള്ളൂ. പിന്നെ ഓയിൽ ഉണ്ടായിരുന്നു കേട്ടോ, അവരൊരു ക്യാൻ ഓയിൽ തന്നിട്ടുണ്ടായിരുന്നു, അതാണ് ഇതിൽ ഒഴിച്ചേക്കുന്നത്. പിന്നെ അഡീഷണലായിട്ട് ഇതിനകത്തുള്ളതെന്ന് പറഞ്ഞാൽ ഇതാ ഇങ്ങനെ ഒരു കവറും കൂടി തന്നിട്ടുണ്ട് ഇതിനകത്ത്, മെഷീൻ മൂടിയിടാനുള്ള. പിന്നെ ഇതിനകത്തുള്ളത് ഇത് നമുക്ക് സ്പീഡ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ ഉള്ളതാണ്. എനിക്ക് 4000 വരെയാണ് പോവുക. ഇത് കുറയ്ക്കുക. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കണ്ടോ, സൂചി മുകളിലേക്കാണ് നിൽക്കുന്നത്. അതാണ് ഈ ആരോ ഇങ്ങനെ, അതായത് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിക്കഴിയുമ്പോൾ എവിടെ സൂചി വരണം എന്നുള്ളതാണ്. അതിൽ ഒന്നും കൂടി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂചി താഴേക്ക് വരും, കണ്ടോ. ഇവിടെ വീണ്ടും പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ സൂചി മുകളിലേക്ക്, അങ്ങനെ. പിന്നെ ഇത് ഇവിടെ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഉള്ള ബട്ടൺ ഇവിടെയുണ്ട്, കണ്ടോ. പിന്നെ ലൈറ്റ് ഓൺ ചെയ്യാനും ഓഫ് ചെയ്യാനും ഇതിൻ്റെ താഴെയായിട്ടൊരു ബട്ടൺ ഉണ്ട്, ഈ ബട്ടൺ. ഇതിലും നമുക്ക് ഓണും ഓഫും ചെയ്യാം, കണ്ടോ. ഓഫായി ഇപ്പോൾ, ഓണായി. ഇത് നമ്മൾ ഒരു 2-3 സ്റ്റിച്ചൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇത് സ്റ്റിച്ചാകും. പിന്നെ നമുക്ക് ഇത് പ്രഷർ ഫുട്ടർ പൊക്കാനും താത്താനും ഉള്ളത്. നമ്മൾ പിന്നെ കാലുകൊണ്ട് ചെയ്യുന്നത് കൊണ്ടിട്ട് നമുക്കധികം നമ്മളത് യൂസ് ചെയ്യുന്നത് കുറവാണ്. എപ്പോഴും മറ്റേത് ഇത് കാല് വെച്ച് തന്നെയാണ് ചെയ്യുക. ഇത് നമ്മളിപ്പോൾ ഒരു പവർ മെഷീൻ എടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് 23,500 രൂപ എന്നുള്ള ബഡ്ജറ്റ് ഓക്കെ ആണെങ്കിൽ വാങ്ങാവുന്നൊരു മെഷീനാണ്. ഇവർ പറയുന്നതനുസരിച്ച് ഇതിന് അധികം സൗണ്ടില്ല. പിന്നെ നമുക്കിപ്പോൾ കറണ്ട് ഇല്ലെങ്കിൽ ഇൻവെർട്ടറിലാണെങ്കിലും ഇത് വർക്ക് ചെയ്യും. ഒരു ദിവസം ഒരു 8-9 മണിക്കൂർ വർക്ക് ചെയ്താൽ 1 യൂണിറ്റ് കറണ്ടേ നമുക്ക് ഇതിനകത്ത് ആവുന്നുള്ളൂ.
അത് ശരിക്കും എനിക്ക് മനസ്സിലായ കാര്യമാണ്. കാരണം എനിക്ക് കറണ്ട് ബില്ലൊന്നും വലിയ കൂടുതലായിട്ടൊന്നും വന്നിട്ടില്ല. ഞാൻ അത്യാവശ്യം ഞാനിത് എല്ലാ ദിവസങ്ങളിലും തന്നെ എടുക്കുന്നതാണ്. 8 മണിക്കൂർ കറക്റ്റായിട്ട് നോക്കിയിട്ടില്ല, പക്ഷേ എന്നാലും ഒരുപാട് സമയം ഞാൻ ഉപയോഗിക്കാറുണ്ട്. അവർ പറഞ്ഞതനുസരിച്ചിട്ട് ഈ പറഞ്ഞ പോലെ വലിയ കറണ്ടൊന്നും ആയിട്ടില്ല. 1 യൂണിറ്റ് തന്നെ വന്നിട്ടുള്ളൂ എന്നായിരിക്കും എനിക്ക് തോന്നുന്നത്. പിന്നെ നമുക്ക് ഇൻവെർട്ടറിൽ വർക്ക് ചെയ്യിപ്പിക്കാം. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇൻ കേസ് കറണ്ട് പോയാലും നമ്മുടെ വീട്ടിലൊരു ഇൻവെർട്ടറൊക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ കാര്യം നടക്കും. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്കിതിനെപ്പറ്റി പറയാനായിട്ട്. താങ്ക് യു.